വായനശാലകൾ ആക്രമിക്കപ്പെട്ടു. ഒരു ആസൂത്രിത ആക്രമണമാണ്. ഇവിടെ ആർക്കും എന്തും ചെയ്യാവുന്ന നിലയാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെ ഒരു MLA വരെ സംഘടിതമായി ആക്രമിക്കാൻ മുതിരാൻ കാരണം ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് അതിനെതിരെ ഫലപ്രദമായ ഒരു അന്വേഷണമോ നടപടിയുമില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ അതിന് MLA ആവണം പ്രേംനാഥ് വടകരയെ അദ്ദേഹം ആക്രമിക്കപ്പെട്ടു നാദാപുരത്തിന്റെ അടുത്ത് വെച്ച്. അദ്ദേഹത്തിന് ഓഫീസ് MLA ഓഫീസിൽ ബോംബ് വെച്ചു. ആ ബോംബ് പൊട്ടിയപ്പോൾ അദ്ദേഹം അവിടെ ഇല്ലാത്തതുകൊണ്ട് കക്ഷിച്ച് രക്ഷപ്പെടാനുണ്ടായി. ഇതിനെതിരെ പരാതിപ്പെട്ടു. ആഭ്യന്തരമന്ത്രി പറഞ്ഞു മുഖം നോക്കാതെ നടപടിയെടുക്കുന്നു. യാതൊരു നടപടിയും പേരുണ്ടായില്ല. കാരണം അതിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ പലതരത്തിലും പാർട്ടി തലത്തിലും അതുപോലെ തന്നെ പലതരത്തിലും സ്വാധീനമുള്ള ആളുകൾ അവർക്കെതിരായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി ഓഫീസുകളിൽ മുമ്പ് കലർത്തപ്പെട്ടിട്ടുണ്ട്. അതേക്കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ പ്രദേശത്ത് കുന്നോത്തോറും പോലെയുള്ള പ്രദേശങ്ങളിൽ അതേപോലെ പല പഞ്ചായത്തിലുണ്ട്. അവിടെ അക്രമമുണ്ടായി, ബോംബേറുണ്ടായി, പരാതിപ്പെട്ടു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫലപ്രദമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇവിടെ തെരഞ്ഞെടുപ്പ് സമയത്ത് മേമുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പോലീസ് SI സബ് ഇൻസ്പെക്ടർ ആക്രമിക്കപ്പെട്ടു. ആദ്യം റിവാൾവർ തട്ടിപ്പറിച്ചെടുത്തു. അതിനെതിരായി അദ്ദേഹം തന്നെ പരാതിപ്പെട്ട് ഉണ്ടായത് ആ സബ് ഇൻസ്പെക്ടർ സ്ഥലം മാറ്റാൻ ചെയ്തു. ഫലപ്രദമായ നടപടികളും ഉണ്ടായിട്ടുണ്ട്. നാദാപുരത്ത് ബോംബുണ്ടാക്കുന്ന ഒരു ഫാക്ടറി എന്ന് കണ്ടുപിടിക്കപ്പെട്ടു. അതൊരു പ്രചരണമായി. ഒരു നടപടിയും അതിനെതിരായിട്ടുണ്ടായിട്ടില്ല. ഇവിടെ യഥേഷ്ട ബോംബുണ്ടാക്കുക, ആരെയും ആക്രമിക്കുക, MLA വരെ ആക്രമിക്കുക, ഇതിനെതിരായിട്ടുള്ള സർക്കാരിന്റെ പ്രതികരണം ഞാൻ തന്നെ പറയാം. ആഭ്യന്തരമന്ത്രി പറയും മുഖം നോക്കുക, അതിൻ്റെ അകത്ത് ആരെ മുഖം നോക്കുക, നടപടി എടുക്കില്ല. ഇവിടെ നടന്നതും അത് തന്നെ. ഇവിടെ കുറച്ചു കാലമായിട്ട് ഞങ്ങളുടെ പാർട്ടിക്കെതിരെ പ്രത്യേകിച്ച് MLAക്കെതിരെ സംഘടിതമായിട്ടുള്ള നീക്കങ്ങളുണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അതിനൊക്കെതിരായിട്ടുള്ള നീക്കം ഫലപ്രദമായ നടപടികളൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാത്തത് കൊണ്ടാണ് ഇന്ന് യഥേഷ്ടം ഇങ്ങനെ അക്രമം നടന്നത്. ആർക്കെതിരായിട്ടുമാണ്. അതുകൊണ്ട് ഇന്നത്തെ നില സമാധാനപരമായി ജീവിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് കൂടി നിങ്ങൾ ആവശ്യപ്പെടുന്നത് സാധാരണ ആവശ്യപ്പെടുന്ന പോലെ തന്നെ ഒരു നടപടിയും ഉണ്ടാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിൽ അക്രമികളായിട്ടുള്ള ആളുകൾ ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. നടപടിയുണ്ടാവണം. മുഖം നോക്കാൻ നടപടിയുണ്ടാവണം. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് പല സ്ഥലങ്ങളിലും ഈയിടെയായി കണ്ടുവരുന്ന പ്രവണത പോലീസിന്റെ കൃത്യനിർവഹണം നടത്താൻ സാധിക്കുന്നില്ല. അതിനെല്ലാം ബാഹ്യമായ ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ പോലീസിന് നിർവഹിക്കുക, പോലീസിന് അവരാക്രമിക്കപ്പെടുക, ഇങ്ങനെയുള്ള അതൊന്നും ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. ഇതെല്ലാം ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളാണ്. ഇവിടെ പലരും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ബോംബെറിയാന്നുള്ളത് ഇവിടെ സംബന്ധിച്ചിടത്തോളം സാധാരണ സംഭവമാണ്. ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെയൊക്കെ സഹായിക്കാൻ അതിന്റെ പിന്നിൽ ആളുകളെ നിയമത്തിന്റെ കൊണ്ടുവരാതിരിക്കാനുമുള്ള ഗൂഢമായിട്ടുള്ള പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഫലപ്രദമായ നടപടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നുകൂടെ നടക്കുമായിരുന്നു, ആവർത്തിക്കുമായിരുന്നു. അതുകൊണ്ട് ഇവിടെ നടന്ന സംഭവം അപലപനീയമാണ്. മോഹനെതിരായിട്ട് അക്രമം നടന്നു. നാളെയും നടക്കാം. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ മേപ്പയൂരില് മേപ്പയൂരിൽ കോക്കല്ലൂരിൽ ഞങ്ങൾ ഓഫീസൊക്കെ കത്തിച്ചു. പയ്യന്നൂരിൽ ഇവിടെ പയ്യോടിൽ ഞങ്ങൾ ഓഫീസിൽ കല്ലുകളുണ്ടായി. മേപ്പയൂർ ടൗൺ ഞങ്ങൾ ഓഫീസിൽ നേരെ കല്ലുകളുണ്ടായി. ഇതെല്ലാം ഉണ്ടായിട്ട് മാർക്കെതിരായിട്ട് നടപടി ഉണ്ടായിട്ടില്ല. അതുപോലെ അതിന്റെ പാർലമെന്റ് ഇലക്ഷൻ സമയത്ത് വിന്യാപ്പള്ളി അടക്കമുള്ള പ്രദേശങ്ങൾ, ഈ പ്രദേശത്ത് തന്നെ പാനൂർ തന്നെ PR മന്ദിരം അടക്കമുള്ള പല ഓഫീസുകളും അടിച്ചു തകർക്കപ്പെട്ടിട്ടുണ്ട്. എന്ത് നടപടിയുണ്ടായി? അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം, മറ്റു MLA-മാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആക്രമിക്കപ്പെടാൻ ഒരു MLA ബാക്കി. പ്രേംനാഥും കഴിഞ്ഞു, മോഹനെതിരായിട്ടായി, ഒരു MLA കൂടെ 3 ആൾക്കെതിരായിട്ട് ഇതുണ്ടാവാം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. സർക്കാർ നിലപാട് കൊണ്ടും ഇവിടെ എന്തും ചെയ്യാമെന്നുള്ള ഒരു വിശ്വാസം ആക്രമണം നടത്തുന്നു. ഇതിനെതിരായി ഞങ്ങൾ പതിവുപോലെ ആവർത്തിക്കുന്നുണ്ടെങ്കിലും നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേപോലെ പോലെ കേരളത്തിൽ ആർക്കും ഒരു സ്വൈര ജീവിതം സാധിക്കാൻ പറ്റില്ല. ഇപ്പോൾ സംജാതമായിട്ടുള്ള നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? ഇവിടെ ക്രിമിനൽ സംഘങ്ങളുമായിട്ട് കൂട്ടുകൂടി പലതും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് പശ്ചാത്തലത്തിലാണ് ഇതിന്റെ വിലയിരുത്തുന്നത്. ശക്തിയായി അവതരിക്കുന്നു. പോലീസിനെ നീതി കൃത്യനിർവഹണം നടത്താൻ സ്വതന്ത്രമായി അനുവദിക്കണമെന്നും കൂടി ഞാൻ സർക്കാരിന്റെ ആവശ്യപ്പെടുന്നു.